ഷീറ്റിനത് മൂടിയിട്ടും കാര്യമില്ല, അതിൻ്റെ അകത്തുകൂട്ട് വെള്ളം കയറും. നമ്മൾ ടാർപ്പാളിട്ട് കഴിഞ്ഞാലും അതിൻ്റെ അകത്തോട്ട് വെള്ളം വരും. 2 മണിക്കൂർ 3 മണിക്കൂർ കച്ചവടം ചെയ്യും, ബാക്കി മൂടിയിടും. അങ്ങനെ ആഴ്ചയിൽ അങ്ങനെ തട്ടിമുട്ടി പോകണം. എറണാകുളത്തിൽ മാത്രമല്ല കേരളത്തിലെ എമ്പാടും വഴിയോര കച്ചവടക്കാരുടെ അവസ്ഥ ഇത് തന്നെയാണ്. മാനമൊന്ന് കറുത്താൽ കൊച്ചിയിലെ വഴിപാണിപ്പക്കാർ പ്രധാനമായും ചെയ്യുന്ന ജോലി തങ്ങളുടെ സാധനങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. അതായത് മഴ വരുന്നു, അവരുടെ സാധനങ്ങൾ അവർ മൂടി വെക്കുകയാണ്. നമ്മളൊക്കെ മാർഗങ്ങൾ ഇതാണ്. വേറെ ഇവിടെ വീട്ടിൽ പോയിരുന്നു കഴിഞ്ഞാൽ വേറെ ചിലവിനും കാര്യങ്ങളൊന്നും നമുക്കൊന്നും കിട്ടാനില്ല. കച്ചവടം എന്ന് പറഞ്ഞാൽ മഴ ഇല്ലെങ്കിലൊക്കെ ചെറുതായിട്ട് എന്തെങ്കിലും കച്ചവടം കിട്ടും. ഈ മഴ കാരണം തീരെ പബ്ലിക്കില്ല. പിന്നെ മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് മൂടലായി. ഇത് എൻ്റെ സാധനം എന്ന് പറഞ്ഞാൽ നനഞ്ഞ മൊത്തം ചീത്തയാവും. തുള്ളി വെള്ളം എല്ലാം ഞാൻ ഓപ്പണാക്കി വെക്കുന്ന സാധനമാണ്. പെർഫ്യൂം പറഞ്ഞാൽ അത്രയും നമ്മൾ കുട്ടികളെ എങ്ങനെ നോക്കണോ അങ്ങനെ നോക്കണം ഈ സാധനം. പിന്നെ ഇവിടുത്തെ കാറ്റ്, ഈ കായലിൻ്റെ അരികൽ ഒടുക്കത്തെ കാറ്റ്. ഇത് 4ാമത്തെ കുട. ഇത് ഷീറ്റിട്ട് മൂടിയിട്ടാലും കാറ്റ് ഭയങ്കര പ്രശ്നമാണ്. ഇത് മാത്രമേ ഉള്ളൂ, ഞാൻ മാത്രമേ ഉള്ളൂ. 2 പെൺകുട്ടികളാണ്. നമുക്ക് ഉള്ള വരുമാനം കൊണ്ടാണ് നമ്മുടെ കുടുംബം കഴിയുന്നത്. 1 മാസമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഴ കാരണം വളരെ മോശമാണ്. 2 മണിക്കൂർ 3 മണിക്കൂർ കച്ചവടം ചെയ്യും, ബാക്കി മൂടിയിടും. അങ്ങനെ ആഴ്ചയിൽ അങ്ങനെ തട്ടിമുട്ടി പോകണം. തുണിയാണ് ഞങ്ങൾ പ്ലാസ്റ്റിക് ഇട്ടൊക്കെ മൂടി വെക്കും. മഴ മാറുമ്പോൾ തുറക്കും, പിന്നെ ഇടക്കും. ജീവിതമൊക്കെ ആകെ മറിഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഈ മഴക്കാലം ആകെ പട്ടിണിയും ബുദ്ധിമുട്ടും ഒക്കെയാണ്. വഴിയോര കച്ചവടക്കാർക്ക് എന്തെങ്കിലും ആനുകൂല്യമൊക്കെ കൊടുക്കണം. കാറ്റാണ്, ഭയങ്കര കാറ്റാണ്. കുടയൊക്കെ പറന്നു പോകുന്നുള്ള അവസ്ഥ. ഇപ്പൊ 3ാമതാ. എല്ലാം കീറി എല്ലാം ആയിരിക്കും. സാധനമൊക്കെ അവിടെ വെച്ചിരിക്കുക. ஆனால் பண்டு மழை காலத்தில் நல்ல கச்சவடம் உண்டாகும். இப்போ கச்சவடம் இல்லை மழை காலத்தில். எந்த காரணம் ഓൺലൈൻ ഉപജീവിതമാർഗം ഇതല്ലേ ഉള്ളു. അല്ലെങ്കിൽ മഴയത്തേടത്ത് കഷ്ടപ്പെടുത്തില്ലല്ലോ. അതാണ് പിന്നെ എന്ത് ചെയ്യാനാ, ഇങ്ങനെ ഉരുണ്ടു പോവാ. ബുദ്ധിമുട്ടും പ്രയാസങ്ങളോ പിള്ളേരുടെ പഠിത്തമാണെങ്കിലും വാടകയാണെങ്കിലും എല്ലാം കൂടെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ദിവസം പോലും ലീവ് എടുക്കത്തില്ല. മഴയാണെങ്കിലും കാറ്റാണെങ്കിലും നമ്മൾ വന്നിരിക്കും. ഇപ്പം മോശമുള്ള തീരെ സമയം. ഇനിയിപ്പോൾ അടുത്ത ഓണം വരെ നമ്മളിങ്ങനെ തന്നെ പോകുള്ളൂ, തീരെ ഇതായിട്ട് പോകുള്ളൂ. ഇടയ്ക്കൊക്കെ ചില ആൾക്കാർ കുറച്ചുള്ള സമയത്ത് മാത്രമേ ആൾക്കാർ വരുള്ളൂ. മഴയൊന്ന് കനത്ത് പെയ്താൽ ഒരു കുടക്കീഴിലെ ഇക്കാണുന്ന പ്ലാസ്റ്റിക് കവറുകളാണ് ഇവരുടെ ജീവിതം സുഭദ്രമാക്കുന്നത്. മഴയും വെയിലും മാറി മാറി വരുമ്പോഴും ഇവരുടെ ജീവിതങ്ങൾക്ക് യാതൊരുവിധ മാറ്റവുമില്ല. കഷ്ടപ്പാട് മാത്രമാണ് ബാക്കി. ആന്റണി ഗ്രേറിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.